ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, എൻ്റെ സ്വന്തമാണ് എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ അമ്മ അച്ഛൻ എന്നൊക്കെ നമ്മൾ സ്വന്തം എന്ന് പറയാറുണ്ടല്ലേ. പക്ഷേ അവരുടെ ഇടയിൽ നിൽക്കുമ്പോഴും നമ്മൾ സ്വന്തമല്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകാറുണ്ട്. കാരണം അവരിൽ നിന്ന് പല മുറിവേൽക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ നമുക്കുണ്ടാകുമ്പോൾ നമ്മളെ പറ്റിക്കുകയെന്നോ അല്ലെങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോഴോ ഒക്കെ ഇതെനിക്ക് വേണ്ടായിരുന്നു അയ്യോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമ്മളുടെ ജീവിതത്തിലുണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമുക്കതൊരു ശീലമാണ് ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും കേൾക്കുക എന്നും അവരെ നമ്മൾ വേദനിപ്പിക്കുമ്പോഴും അതൊക്കെ സഹിക്കണം എന്നും ഒക്കെയുള്ളത് ഒരു ശീലമാക്കി നമ്മൾ എടുത്തു വയ്ക്കും ഇല്ലേ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ പഠിക്കുക. എപ്പോഴും എല്ലാവർക്കും നമ്മൾ സ്വന്തമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അവർക്ക് വേറെയും കുറേ സ്വന്തങ്ങളൊക്കെ ഉണ്ടായിരിക്കും, വേറെയും ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. നമ്മളതിനകത്ത് ഒരാൾ മാത്രമായിരിക്കും. നമ്മളതും പ്രതീക്ഷിച്ച് നമ്മൾ ഇരുന്ന് എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്, എന്നെയാണ് അവർ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കരുത്. കാരണം അവർക്ക് വേറെയും ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും അല്ലെങ്കിൽ സഹോദരങ്ങളും സഹോദരികളും അച്ഛൻ അമ്മ, അല്ലെങ്കിൽ അവരുടെ ഭാര്യയാണ് ഭാര്യയുടെ അച്ഛനമ്മ, ഭർത്താവാണ് അവരുടെ അച്ഛനമ്മ, സഹോദരങ്ങൾ, ഇങ്ങനെ കുട്ടികളാണെങ്കിൽ വേറെ സുഹൃത്തുക്കൾ ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. നമുക്കൊരംശം മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ അത് കിട്ടുമ്പോൾ ഒന്നെങ്കിൽ സന്തോഷിക്കുക, കിട്ടിയല്ലോ ഇത്രയെങ്കിലും എന്നോർത്ത് സന്തോഷിക്കുക. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, നമ്മുടേതായ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പോവുക. ഒന്നും പ്രതീക്ഷിക്കരുത്. ജീവിതം എന്ന് പറയുന്നത് അതാണ്. പ്രതീക്ഷ മാത്രമാണ് നമുക്ക് നിരാശ തരുന്ന. അതുമാത്രം ജീവിതത്തിൽ ഓർമ്മപ്പെടുത്തുക കേട്ടോ. ശരിയാണോ എന്ന് ചിന്തിച്ച് നോക്കുക.